അത് താരീഖിൽ 8ാമത്തെ പടം ഹുനൈൻ സമാധി യുദ്ധവും ത്വായിഫുകളും ചർച്ച ചെയ്യുന്ന വിഷയം. അപ്പൊ മക്ക വിജയത്തോടുകൂടി ഇസ്ലാമിന് വലിയ ഉയർച്ചയുണ്ടായി. നമുക്കറിയാലോ മക്ക വിജയത്തിനെ പറ്റി കഴിഞ്ഞ പാഠത്തിൽ മനസ്സിലായി. ഈ ഉയർച്ച ഹവാസിൻ സത്തേഫി എന്നീ രണ്ട് ഗോത്രങ്ങൾക്ക് ഭയങ്കരമായ അസൂയുണ്ടായി. അപ്പോ അവർ ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറായിട്ട് അവർ ഒരു സേനയെ തയ്യാറാക്കി. ആ സേന ശത്രുസേന 30,000 ആളുകളുണ്ടായിരുന്നു. അവർ അന്ന് അവരുടെ കേന്ദ്രമായിരുന്നു ത്വായിഫ് പരിസരവും. അവരുടെ കേന്ദ്രം ത്വായിഫ് പരിസരവുമായിരുന്നു. അങ്ങനെ ആ മുസ്ലിം സേന അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി മുസ്ലിം സേന തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറാവാൻ പറഞ്ഞു. അവർ 12,000 പേരുണ്ടായിരുന്നു. അപ്പോ മുസ്ലിം സൈന്യം 12,000 ആളുകളായിരുന്നു. 12,000 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. ഇതിൽ 2,000 പേർ മക്ക വിജയത്തിന് ശേഷം ഇസ്ലാം സ്വീകരിച്ച പുതിയ മുസ്ലിങ്ങളാണ്. ഇതിന് നേതൃത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വത്തിൽ അവർ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹുനൈൻ താഴ്വരത്തിലെത്തി. യുദ്ധസ്ഥലമായിരുന്നു ഹുനൈൻ താഴ്വര. ഈ യുദ്ധത്തിന്റെ തുടക്കം എങ്ങനെയാണ്? ഹുനൈൻ താഴ്വരത്തിലെത്തിയപ്പോൾ ശത്രുക്കൾ അപ്രതീക്ഷിതമായിട്ട് അമ്പെയ്താക്രമണം നടത്തി. അപ്പൊ പെട്ടെന്നുണ്ടായ അമ്പെയ്താക്രമണത്തിൽ ചില മുസ്ലിങ്ങൾ ഓടി. കാരണം പുതുതായി ഇസ്ലാം സ്വീകരിച്ചവരുണ്ടല്ലോ, അവർക്കൊക്കെ ഈമാന്റെ ഇത് യുദ്ധത്തിന് വേണ്ടി ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ധൈര്യത്തോടു കൂടി എന്ത് ചെയ്തു? ഇത് നേരിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സഹാബികൾ വളർത്തുന്നു. എല്ലാവരും ചില സഹാബികൾ വളർത്തുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറയാൻ പറഞ്ഞു, യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാർ ഹൽമു ഇലാ റസൂലില്ലാഹ് എന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. ഇതിന്റെ അർത്ഥം വിളിച്ചു പറഞ്ഞ അബ്ബാസ് റളിയല്ലാഹു വിളിച്ചു പറഞ്ഞ കാര്യത്തിന്റെ അർത്ഥം എങ്ങനെയാണ്? മുഹാജിറുകളും അൻസാറുകളുമായ സമൂഹമേ, അല്ലാഹുവിന്റെ റസൂലിലേക്ക് തിരിച്ചു വരും. ഇത് രണ്ടും പഠിച്ചു കേട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്തപ്പോൾ എന്തായി? ഓടിപ്പോയവരെല്ലാം തിരികെ വന്നു. പിന്നെ ശക്തമായ പോരാട്ടം പിന്നെ നടന്നു. അപ്പോ ശത്രു സൈന്യന്മാർ ഭയന്നോടി. അങ്ങനെ മുസ്ലിങ്ങളിൽ നിന്ന് അപ്പോ ശത്രു സൈന്യം ഭയന്നോടി. അപ്പോ ആ ശത്രു സൈന്യത്തിൽ 70 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. 70 പേര് ശത്രു സൈന്യത്തിൽ നിന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്. മുസ്ലിങ്ങൾ ശത്രു സൈന്യത്തിൽ നിന്ന് 70 പേര് കൊല്ലപ്പെട്ടു. നിരവധി പേര് തടവിലാക്കപ്പെടുകയും ചെയ്തു. ധാരാളം ഗനീമത്തുകൾ കിട്ടുകയും ചെയ്തു. ഓക്കെ, അപ്പോ ഇനി ആ ഗനീമത്തുകൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് വിതരണം ചെയ്തു. ഇതാണ് ചെയ്തത്. എന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ത്വായിഫ് വിരോധം. ഓക്കെ, ഈ പാഠത്തിന്റെ ഭാഗം തന്നെയാണ് ത്വായിഫിനെ ഉപയോഗിച്ചത്. എങ്ങനെ? ഹുനൈൻ യുദ്ധത്തിന് ശേഷം ത്വായിഫിലേക്ക് എന്ത് ചെയ്തു? ഈ സഖീഫ് ഗോത്രക്കാർ ത്വായിഫിന്റെ ഗേറ്റുകൾ അടച്ച് അതിന് കഴിയിലേക്ക് യുദ്ധം കഴിഞ്ഞപ്പോൾ അവർ ഓടിയിട്ട് നേരെ ത്വായിഫിൽ വന്ന് അതിന്റെ ഗേറ്റുകൾ അടച്ച് അതിന് കഴിയുകയായിരുന്നു. അങ്ങനെ 20 ദിവസം ത്വായിഫിനെ ഇവർ ഉപരോധിച്ചു. എത്ര കാലം ഉപരോധിച്ചു എന്ന് വെച്ചാൽ 20 ദിവസം മുസ്ലിങ്ങൾ ത്വായിഫിനെ ഉപരോധിച്ച് പുറത്ത് വളഞ്ഞു നിന്നു. അവർ പുറത്തു വരാൻ കഴിയാത്ത രൂപത്തിൽ അവർ ഉള്ളിൽ കുടുങ്ങിക്കിടന്നു. ഓക്കെ, അങ്ങനെ അവിടെ വെച്ച് അമ്പയുദ്ധം നടക്കുന്നുണ്ട് രണ്ടു കൂട്ടരും തമ്മിൽ. അങ്ങനെ മുസ്ലിങ്ങൾ 12 പേർ ഷഹീദാവുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പയുദ്ധം നടക്കുന്നു. മുസ്ലിങ്ങൾ 12 പേർ ഷഹീദാവുന്നു. പക്ഷെ 20 ദിവസമൊക്കെ ഇങ്ങനെ ആയപ്പോൾ ശത്രുക്കൾ അവസാനം തോറ്റു എന്ന രീതിയിൽ എത്തിയപ്പോൾ അവരുടെ അപേക്ഷ വന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിനെയും കുടുംബത്തെയും ഓർത്ത് ഞങ്ങൾ വെറുതെ വിടണമെന്ന് അവർ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാരത്തിന് മുതിർന്നില്ല. അവർ ഇത് പറഞ്ഞപ്പോൾ അവരുടെ അപേക്ഷ ക്ഷമയും കാണിച്ചുകൊണ്ട് സ്വീകരിച്ചു. ഓക്കെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം ജിഅറാനയിലേക്ക് മടങ്ങുകയാണ്. അല്ലെ, ജിഅറാന എന്ന സ്ഥലത്തേക്ക് മടങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെല്ലാം മുസ്ലിങ്ങളായി വരാൻ വേണ്ടിയിട്ട് അല്ലാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്തു, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെല്ലാം മുസ്ലിങ്ങളായി വരാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ദുആയുടെ ഫലമായിട്ട് അല്ലാഹു ദുആ സ്വീകരിച്ചു. അവരെല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ജിഅറാനയിൽ നിന്ന് ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്തു. എന്നിട്ട് ഉംറ നിർവഹിച്ച് തുടർന്ന് മദീനയിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. ഓക്കെ.